ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു കലാകാരി. കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ഒരു വീഡിയോ എടുക്കുന്നത്. കുറച്ചധികം തിരക്കിലായിപ്പോയി, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇന്ന് എന്തെങ്കിലും ഉണ്ടാക്കാം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം അല്ലേ. സണ്ണാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. സണ്ണിന് വേണ്ടി ഈ ഒരു യാണാണ് ഞാൻ മേടിച്ചത്. പ്ലസ് ഞാനൊരു ഹുക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് 5mm ഹുക്കാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ 6mm ആണെങ്കിൽ അത് മതി. ആദ്യമായിട്ട് ഞാൻ സേഫ്റ്റി യൂസ് ചെയ്യാൻ പോവാം. പിന്നെ നമുക്ക് വേറെ 2 കളറ് യാൺസും കൂടെ ആവശ്യമുണ്ട്. പിന്നെ സ്റ്റിച്ച് മാർക്കർ ഉണ്ടെങ്കിൽ എടുക്കാം. ഞാനിവിടെ ഒരു സേഫ്റ്റി പിൻ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും സണ്ണിന് ഉണ്ടാക്കാം. പാറ്റേൺ ഞാൻ പറഞ്ഞുതരാം, നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം സ്ലിപ്പ് നോട്ടാണ് ഇടാൻ പോകുന്നത്. ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതി. 2 ലൂപ്പ് കിട്ടും. ഫ്രണ്ടിലത്തെ ലൂപ്പിൽ നിന്ന് ബാക്കിലത്തെ ലൂപ്പ് പുറത്തോട്ട് എടുക്കാം. നീണ്ടു നിൽക്കുന്ന യാൺ വലിച്ചു കഴിഞ്ഞാൽ ഈ കെട്ട് അങ്ങഴിഞ്ഞു പോകും. അങ്ങനത്തെ ഒരു കെട്ടാണ് ഈ സ്ലിപ്പ് നോട്ട് എന്ന് പറയുന്നത്. ഈ സ്ലിപ്പ് നോട്ട് ഇട്ടതിന് ശേഷം നമ്മൾ 2 ചെയിനാണ് ഇടാൻ പോകുന്നത്. ഞാൻ ഈ ചെയ്യുന്ന പോലെ യാണോർ ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തെടുക്കാം. ഇപ്പം 2 ചെയിൻ കിട്ടി. ഇത് ചെയിൻ 1, ഇത് ചെയിൻ 2. ഇനി ഫസ്റ്റ് ചെയിനിൽ നമ്മൾ 7 സിംഗിൾ ക്രോഷ്യ ചെയ്യാൻ പോവാം. ഫസ്റ്റ് ചെയിനിനുള്ളിൽ ഹുക്ക് ഇട്ടിട്ട് യാണോർ ചെയ്ത് പുറത്തെടുക്കുക. ഇപ്പം 2 ലൂപ്പാണ് ഇതിലുള്ളത്. വീണ്ടും യാണോവർ ചെയ്തിട്ട് ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടിയും യാൺ പുറത്തെടുക്കുക. ഇതാണ് സിംഗിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. ഇത് റിപ്പീറ്റ് ചെയ്യുക. 7 സിംഗിൾ ക്രോഷ്യ വരെ ചെയ്യണം. ഇപ്പം ഇവിടെ 7 സിംഗിൾ ക്രോഷ്യ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് റൗണ്ട് 2 പോവാം. റൗണ്ട് 1 കഴിയുമ്പോൾ നമുക്കിവിടെ 7 സ്റ്റിച്ചസ് ആണ് കിട്ടുന്നത്. റൗണ്ട് 2 എല്ലാ സ്റ്റിച്ചിലും 2 സിംഗിൾ ക്രോഷ്യ വീതം ചെയ്യണം. ഫസ്റ്റ് സ്റ്റിച്ചിൽ 1 സിംഗിൾ ക്രോഷ്യ കഴിയുമ്പോൾ തന്നെ സ്റ്റിച്ച് മാർക്കർ കൊണ്ട് ആ റൗണ്ട് മാർക്ക് ചെയ്യുക. അപ്പോൾ ഓരോ റൗണ്ട് കഴിയുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്റ്റിച്ച് മാർക്കറായിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് സേഫ്റ്റി പിന്നാണ്. സിംഗിൾ ക്രോഷ്യ ചെയ്ത അതേ സ്റ്റിച്ചിൽ വീണ്ടും ഹുക്ക് ഇട്ടിട്ട് വീണ്ടും യാൺ ഓവർ ചെയ്ത് വീണ്ടും നമുക്ക് സിംഗിൾ ക്രോഷ്യ തന്നെ ചെയ്യാം. അങ്ങനെ ആ ഫസ്റ്റ് സ്റ്റിച്ചിൽ തന്നെ 2 സിംഗിൾ ക്രോഷ്യ ചെയ്തു. നെക്സ്റ്റ് സ്റ്റിച്ചിലും ഇതുപോലെ 2 സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ഈ ഒരു പാറ്റേൺ ഈ റോ കഴിയുന്നത് വരെ കണ്ടിന്യൂ ചെയ്യുക. ഈ റോ ഇപ്പോൾ കഴിയുമ്പോൾ നമുക്ക് 14 സ്റ്റിച്ചസ് ആയിരിക്കും കിട്ടുക. സ്റ്റിച്ച് മാർക്കർ മാറ്റിയതിന് ശേഷം ഫസ്റ്റ് സ്റ്റിച്ചിൽ 1 സിംഗിൾ ക്രോഷ്യ ചെയ്യുക. അത് കഴിഞ്ഞ് സ്റ്റിച്ച് മാർക്കർ വീണ്ടും വയ്ക്കുക. സെക്കൻഡ് സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യാണ് ചെയ്യേണ്ടത്. ഈ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുക. ടോട്ടൽ ഈ റോ കഴിയുമ്പോൾ 21 സ്റ്റിച്ച് ആയിരിക്കും നമുക്ക് കിട്ടുക. 4ാമത്തെ റോ ചെയ്യുമ്പോൾ ആദ്യത്തെ 2 സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ മാത്രം ചെയ്യുക. 3ാമത്തെ സ്റ്റിച്ച് വരുമ്പോൾ 2 സിംഗിൾ ക്രോഷ്യ. ഇത് 4th റോ കംപ്ലീറ്റ് ആവുന്നത് വരെ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ടോട്ടൽ 28 സ്റ്റിച്ചുകളായിരിക്കും നമുക്ക് കിട്ടുക. 4 റോ കംപ്ലീറ്റ് ആയതിനു ശേഷം സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. എന്നിട്ട് യാൺ കട്ട് ചെയ്യുക. ഈ സെയിം സർക്കിൾ തന്നെ 2 എണ്ണം ഉണ്ടാക്കണം. 2ാമത് ഉണ്ടാക്കുമ്പോൾ യാൺ കട്ട് ചെയ്യരുത്. ഇനി നമുക്ക് സേഫ്റ്റി ഐസ് വെക്കാം. ഞാനിവിടെ 10mm സൈസ് വരുന്ന സേഫ്റ്റി ഐസ് ആണ് എടുത്തിരിക്കുന്നത്. സെക്കൻഡ് റോയ്ക്കും തേർഡ് റോയ്ക്കും ഇടയിലാണ് സേഫ്റ്റി ഐസ് നമ്മൾ വെക്കാൻ പോകുന്നത്. സേഫ്റ്റി ഐസ് വെച്ച ആ സമയത്ത് തന്നെ ഈ ചുണ്ടും ബ്ലഷ് പോലെയും നമുക്ക് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ. ഇനി 2 സർക്കിളും നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള 2 സർക്കിളും ഒന്നിച്ച് വെച്ചിട്ടാണ് നമ്മളിനി വർക്ക് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഒരു ചെയിൻ ഇടുക. 2 സർക്കിളുടെ ഉള്ളിൽ കൂടിയും 3 സിംഗിൾ ക്രോഷ്യാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ആദ്യത്തെ 3 സ്റ്റിച്ച് 3 സിംഗിൾ ക്രോഷ്യാണ്. 4ാമത്തെ സ്റ്റിച്ച് വരുമ്പോൾ 2 സിംഗിൾ ക്രോഷ്യ ആ ഒറ്റ സ്റ്റിച്ചിലിടണം. ഈ 2 സർക്കിൾ ജോയിൻ ചെയ്യുന്നത് വരെ ഈ പാറ്റേൺ തന്നെ ഫോളോ ചെയ്യുക. കംപ്ലീറ്റ് ജോയിൻ ചെയ്യുന്നതിന് മുൻപായിട്ട് സ്റ്റഫ് ചെയ്യാൻ മറക്കരുത്. ഞാനിവിടെ കോട്ടൺ ആണ് എടുത്തിരിക്കുന്നത് സ്റ്റഫ് ചെയ്യാൻ. നിങ്ങളുടെ കയ്യിൽ സ്റ്റഫ് ചെയ്യാൻ എന്താണോ ഉള്ളത് അത് യൂസ് ചെയ്യുക. സ്റ്റഫ് ചെയ്തതിന് ശേഷം കംപ്ലീറ്റ് ചെയ്യുക. ഇതിന് ശേഷം നമ്മൾ ലാസ്റ്റ് റൗണ്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ സ്പൈക്സാണ് ചെയ്യാൻ പോകുന്നത്. ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ ഇടുക. ഡബിൾ ക്രോഷ്യ എന്ന് പറഞ്ഞാൽ ഈ ഹുക്കിൽ തന്നെ ഒരു തവണ യാൺ ചുറ്റിയിട്ട് ഈ സെക്കൻഡ് സ്റ്റിച്ചിൽ ഹുക്ക് ഇട്ടിട്ട് യാൺ ഓവർ ചെയ്യുക. ഇപ്പോൾ 3 ലൂപ്പ് ഇതിലുണ്ട്. ആദ്യത്തെ 2 ലൂപ്പിലൂടെ യാൺ ഓവർ ചെയ്ത് പുറത്തെടുക്കുക. വീണ്ടും ഒരു യാൺ ഓവർ ചെയ്തിട്ട് ഇപ്പോൾ കിട്ടിയിട്ടുള്ള 2 ലൂപ്പിലൂടെ പുറത്തെടുക്കുക. ഇതാണ് ഡബിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. വീണ്ടും ഡബിൾ ക്രോഷ്യ സെയിം സ്റ്റിച്ചിൽ തന്നെ ചെയ്യുക. ഒരു ട്രിപ്പിൾ ക്രോഷ്യ സെയിം സ്റ്റിച്ചിൽ തന്നെ ചെയ്യണം. ട്രിപ്പിൾ ക്രോഷ്യ എന്ന് പറഞ്ഞാൽ 2 തവണ ഹുക്കിൽ ചുറ്റുക. സെയിം സ്റ്റിച്ചിൽ ഹുക്ക് ഇട്ടിട്ട് യാൺ ഓവർ ചെയ്ത് പുറത്തെടുക്കുക. ഇപ്പോൾ 4 ലൂപ്പ് കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ 2 ലൂപ്പിൽ നിന്ന് യാൺ ഓവർ ചെയ്ത് പുറത്തെടുക്കുക. 3 ലൂപ്പ് ഉണ്ട്. വീണ്ടും 2 ലൂപ്പിൽ നിന്ന് യാൺ ഓവർ ചെയ്ത് പുറത്തെടുക്കുക. ഇപ്പോൾ 2 ലൂപ്പ് ഉണ്ട്. വീണ്ടും യാൺ ഓവർ ചെയ്ത് പുറത്തെടുക്കുക.
ഇതാണ് ട്രിപ്പിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. ട്രിപ്പിൾ ക്രോഷ്യയ്ക്ക് ശേഷം 2 ഡബിൾ ക്രോഷ്യ ഈ സെയിം സ്റ്റിച്ചിലൂടെ തന്നെ പുറത്തോട്ടെടുക്കുക. ഇതിന് ശേഷം ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തതിന് ശേഷമുള്ള 2 സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. ഈ സെയിം പാറ്റേൺ ഫുൾ ചെയ്യുക. അപ്പോൾ ഇവിടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ. അത്ര കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. 2-3 സ്റ്റിച്ച് അറിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബൈ.